സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 19ആയി. തിരുവനന്തപുരം കൊല്ലം സ്വദേശികളുടെ മരണം അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ചാണെന്ന് സ്ഥിരീകരിച്ചു. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് വീണ്ടും ചേരുകയാണ് സലീം മാലിക്. സലീം, ഗുഡ് മോർണിംഗ് അഗെയിൻ. അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ചു മരിച്ചവരുടെ എണ്ണം 19 ആകുന്നു. രണ്ടുപേരുടെ കൂടെ മരണം ഇതേ രോഗം കാരണമാണെന്ന് സ്ഥിരീകരിക്കുന്നു. നിലവിൽ തിരുവനന്തപുരത്തും കോഴിക്കോടുമായി ചികിത്സയിലുള്ളവരുണ്ട്. മൊത്തത്തിലുള്ള ഒരു അവസ്ഥ എന്താണ് സലീം? ഉന്മേഷ് ക്രിസ്റ്റീന, സമീപ ദിവസങ്ങളിൽ ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഈ അമീബിക് മസ്തിഷ്ക ജ്വരവുമായി ബന്ധപ്പെട്ടുള്ള കണക്കുകൾ പുറത്തു വരാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിന് പിന്നാലെ അത് വലിയ വിവാദമാവുകയും ചെയ്തു. സംസ്ഥാനത്തിന്റെ വിവിധ ഇടങ്ങളിൽ, വിവിധ ജില്ലകളിൽ ഇത്തരത്തിൽ ഈ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച മരിച്ചവരുടെ എണ്ണം ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്തെങ്കിൽ പോലും ആരോഗ്യവകുപ്പ് ഏറെക്കാലം പറഞ്ഞിരുന്നത് 2 പേർ മാത്രമാണ് ആ നിലയിൽ മരിച്ചത് എന്നുള്ളതാണ്. പിന്നാലെ അത് വിവാദമായതിനു ശേഷമാണ് കഴിഞ്ഞ ദിവസം കണക്ക് പുറത്തുവിടാൻ തയ്യാറായത്. അന്ന് 17 പേരായിരുന്നു അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരിച്ചത് എന്നും 66ലധികം പേർക്ക് രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്നുള്ളതായിരുന്നു ആരോഗ്യവകുപ്പിന്റെ കണക്ക്. അതിന് പിന്നാലെയാണ് ഇന്നലെ രാത്രിയോടുകൂടി 2 പേർക്ക് കൂടി അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ചു ആണ് മരിച്ചത് എന്നുള്ള വിവരം പുറത്തു വരുന്നത്. അതിൽ സ്ഥിരീകരണം ഉണ്ടാകുന്നത് ഈ മാസം 11-ന് മരിച്ച 2 പേർക്കാണ് അമീബിക് മസ്തിഷ്ക ജ്വരം ഉണ്ട് എന്നിപ്പോൾ സ്ഥിരീകരിക്കപ്പെടുന്നത്. തിരുവനന്തപുരം കൊല്ലം സ്വദേശികളാണ് ഇവർ. ഇതോടുകൂടി സംസ്ഥാനത്താകെ ആരോഗ്യവകുപ്പിന്റെ കണക്ക് പ്രകാരം 19 പേർ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരിച്ചിട്ടുണ്ട്. 70-നടുത്ത് പേർ ചികിത്സയിലുണ്ട് എന്നുള്ളതാണ് ഇപ്പോഴത്തെ കണക്ക്. ആ കണക്കിൽ കൂടി വ്യക്തത വരേണ്ടതുണ്ട്. എന്തായാലും ക്ലോറിനേഷൻ ഉൾപ്പെടെയുള്ള നടപടികളുമായാണ് ഈ ആരോഗ്യവകുപ്പ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. സംസ്ഥാനത്തെ ഈ ഇത്തരത്തിലുള്ള രോഗബാധ ഉണ്ടാകാൻ ഇടയുള്ള വെള്ളക്കെട്ടുകളും ജലാശയങ്ങളുമൊക്കെ ഈ നിലയിൽ ക്ലോറിനേഷൻ ചെയ്ത് ശുചീകരിക്കുക എന്നൊരു നിലപാടാണുള്ളത്. ഒപ്പം തന്നെ അതത് ജില്ലകളിൽ അടിയന്തരമായ യോഗങ്ങൾ ചേരാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആരോഗ്യവകുപ്പിലെ വിദഗ്ധരും ഒപ്പം തന്നെ DMOമാരും ഉൾപ്പെടെയുള്ളവർ ചേർന്ന് യോഗം ചേരണമെന്നുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ഉന്മേഷ്, ക്രിസ്റ്റീന. ശരി, സലീം മാലിക്കാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.